ഹലോ ഗൈസ്, നമ്മുടെ മനോഹരമായ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ എത്തിയിട്ടുണ്ട്, അനുരാജ്. അങ്ങനെ ഇതാണ്ട് ലണ്ടനിലോട്ട് ലാൻഡ് ചെയ്തൊക്കെ എങ്ങനെയുണ്ട്? നല്ല തണുപ്പുണ്ടോ? ഇനി ഞാൻ ശരിക്കും ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്ത ഇവന്റെ പെട്ടി പൊട്ടിക്കാൻ വേണ്ടി. ഇതിനകത്ത് കുറെ സാധനങ്ങളൊക്കെ കാണും. എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടേക്കുന്ന കളപ്പവും ബീഫും ഒക്കെ ഇല്ലേ? എന്നാ പറ്റി വ്ളോഗ് എടുത്തപ്പോ നാണോ ഗൈസ്? അപ്പൊ ഞാൻ ഇനി ഇത് പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. പെട്ടി പൊട്ടിക്കാന്ന് പറഞ്ഞപ്പോ നീ ഇതാ കത്രികയായിട്ട് വന്നിട്ടുണ്ട് പെട്ടി പൊട്ടിക്കാനായിട്ട്. പൊട്ടിക്ക് പെട്ടെന്ന് പൊട്ടിക്കടി. അതെ സർപ്രൈസ് ആണോ? സർപ്രൈസ്, വളരെ സർപ്രൈസ്. ഇതിന്റെ അകത്ത് എന്നെ ഉള്ളത് നമുക്ക് മലത്തിയിട് അല്ലെങ്കിൽ കമത്തിയിട്. തുറക്കാൻ പോവാ. അത് തുറക്കാം. ഓ ഗൈസ്, ഇത് അനുരാജിന്റെ എന്തൊക്കെയോ തുണിയും സാധനങ്ങളും മാത്രമേ ഉള്ളൂ. ചക്ക വറുത്തത്. നിങ്ങളുടെ നാട്ടിൽ ചക്ക വറുത്തത് തന്നെ. നിങ്ങളുടെ നാട്ടിൽ ചക്ക വറുത്തത് തന്നെ. യെസ്, എല്ലാവരുടെയും നാട്ടിൽ ഇതിന് ചക്ക വറുത്തത് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നത്? ഇത് ചക്ക വറുത്തത്. ഇത് അവലോസുണ്ട, അരിയുണ്ട, അവലോസുണ്ട, അരിയുണ്ട. അതാണ്. ഓക്കെ, എന്നാ അരിപ്പൊടി നീ കഴിക്കുവോ? ഇല്ല, കഴിക്കും. നീ കഴിക്കും? ഞാൻ കഴിക്കും. എന്ത് കിട്ടിയാലും. ഇതെന്നാ? കടലമാവാണ് ഗൈസ്. അത് മെൽവിന് മുട്ട ബജി തിന്നണമെന്ന് കൊതിയുള്ളത് എനിക്കല്ല ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുത്തിച്ചതാണ്. മരുന്ന് നിക്കറെല്ലാം കടലമാവായി. ഇതാണ് അവൽ. നീ ഇന്നലെ ഇവിടെ എത്തിയത് ഗൈസ്. അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് ഇപ്പൊ വരാം. മീനച്ചാർ കണ്ടപ്പോ എടുത്ത് കഴിക്കാൻ തുടങ്ങി. എന്നാ എനിക്കൊരെണ്ണം വേണോന്ന് ചോദിച്ചിട്ട് അത് തരാതെ അടച്ചു വെക്കുമായിരുന്നു. കഴിച്ചു നോക്കട്ടെ. സൂപ്പർ അല്ലേ? നാട്ടിലെ കടലിന്റെ ഒരു രുചി വരുന്നുണ്ടോ? നാട്ടിലെ കടലിന്റെ രുചി വരുന്നുണ്ട്. കടലിന്റെ കടൽ ഗൈസ്. അപ്പം ഇതിന്റെ അകത്ത് ഇനി കുരുമുളക്. ഇത് ചെമ്പ് അരി കൊടുക്കാൻ എനിക്ക് ചെമ്പ്. ചിരിക്കടാ, നല്ല കോമഡി. ചിരിച്ചോ? ഇത് അനുരാജിന്റെ പാത്രം. കഞ്ഞി കുടിക്കാൻ പോകുന്ന ഒരു കെറ്റിലാവും കൊണ്ടുവന്നിട്ടുണ്ട്. കെറ്റില് അരി വാർക്കാനുള്ളത് അരിയല്ല, ചോറ്. ഇതാണ് സെന്റ്. എന്ത് സെന്റ്? ബിസ്ക്കറ്റിന്റെ സെന്റ്. അപ്പൊ നമുക്ക് അടുത്ത വെട്ടി പൊട്ടിക്കാം. അവിടെ വെച്ചും കട്ടായി പോയായിരുന്നു, ഫോണിന്റെ സ്പേസ് കയറുന്നു. അപ്പൊ കത്രിക എടുക്ക, പൊട്ടിക്ക. എടാ ഇത് ചെറിയതല്ലേടാ? ചെറിയ പെട്ടിയല്ലേ? നടുക്കത്തെ പെട്ടി എന്തിയേ? അത് നടുക്കത്തെ ഇത് ആണോ? മന്ദം പൊട്ടിക്ക. പൊട്ടിക്ക. ഞാൻ പറഞ്ഞു മന്തിക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മന്തി കൊണ്ടുവരാൻ നോക്കി, പക്ഷെ നടന്നില്ല. അതെ, സത്യം. ഇതിന്റെ ഇത് പറ. 000 ആണോ? നിക്കാ മതി. ഫ്രഷ്. ഇതെന്നാ? പൊറോട്ട. ചിക്കൻ മസാല. ഞാനാണല്ലോ അടുക്കളക്കാരി. നിന്നെക്കാട്ടിലും കൂടുതൽ ഞാൻ ഉണ്ടാക്കുന്നില്ലേ? ഇതാണ്. ഇതെന്താ കാന്താരി. കാന്താരി. കലിപ്പന്റെ കാന്താരി. ഇതെന്താന്നറിയോ? ഇത് മറ്റേ ചക്ക വിളയിച്ചതും മാങ്ങ വിളയിച്ചതും രണ്ടും വിളയിച്ചത്. ഇത് വാച്ചാണോ? സേവിങ് സെറ്റ്. നിനക്ക് ആവശ്യത്തിൽ കൂടുതലോ ഉണ്ടല്ലോ. ഞമ്മക്ക് താഴെയൊക്കെ ഉള്ളവർക്ക് ഇത് വേണമല്ലോ. ഞാൻ ഇന്നലെ പഠിച്ചിട്ട് വന്നോ? കുറ്റി ഇത് ഇന്നലെ പഠിച്ചതാ. കള്ളപ്പം എന്തിയാടാ? എന്റെ വീട്ടിൽ നിന്ന് കള്ളപ്പം. യെസ്, കള്ളപ്പം ബീഫ്. ഇതാണ് നമ്മുടെ സ്പീക്കർ. അപ്പൊ ഞാൻ പോയിട്ട് ഇതൊക്കെ ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സാധനങ്ങളെല്ലാം. അപ്പൊ പിന്നെ വരാം. ബ്ലും. ഒന്ന് കാണിച്ചേ. പലയുള്ള വനാണെങ്കിൽ ഞാൻ ഇട്ടോളാം. ഒരു പെൺകുട്ടികളിനകത്ത് എഴുതി വെച്ചിട്ടില്ല. നീ ജെൻഡർ പറയുന്നു, ബംഗാളികൾ എന്ന് പറയുന്നു. ഏറ്റവും ഇപ്പൊ ഈ പറയുന്നതല്ല. നീ കളിയാക്കുന്ന ഇത്
പൊട്ടിച്ചതിന്റെ സൗണ്ടാ കേട്ടോ guys. അല്ലാതെ ഇനിയിപ്പോ വേറെ ഒന്നും തെറ്റിദ്ധരിക്കുന്നു. ഇത് പൊട്ടിക്കുമ്പോ ഇങ്ങനെ കേട്ടോ ഈ സൗണ്ടും കൂടെ ആവുമ്പോഴത്തേനും കേൾക്കത്തില്ലല്ലോ. സൗണ്ടാ കേട്ടോ, വേറെ ഒന്നുമല്ല. ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നു. ഞാനാണെങ്കിൽ ഇത് പോയി കഴിക്കട്ടെ.